Hi dears, welcome to a new video. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് അഥവാ IGCAR ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ജോബ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്, കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, അതുപോലെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ജോബ്സ് ആണ് വിളിച്ചിട്ടുള്ളത്. അതേപോലെ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, UD ക്ലർക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്, ഒരുപാട് കാറ്റഗറി ഓഫ് പോസ്റ്റ് ഉണ്ട്. ഹയർ ലെവൽ പോസ്റ്റുകൾ മുതൽ ഒരുപാട് പോസ്റ്റുകൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസും ഒക്കെ കാണാം. ലാസ്റ്റ് ഡേറ്റും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ചെക്ക് ചെയ്യാം. സോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് www.igcar.gov.in എന്നാണ്. www.igcar.gov.in. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. നമ്മളിങ്ങനത്തെ അക്കാഡമിക് റിലേറ്റഡ് വീഡിയോസും അതുപോലെ ജോബ് വേക്കൻസി ഡീറ്റെയിൽസുമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ ദാറ്റ് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇനി നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. സോ ദിസ് ഇസ് ദ നോട്ടിഫിക്കേഷൻ. ഇനീഷ്യലി ആദ്യം തന്നെ പറയാം സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന ഡേറ്റ്സ്. സോ അപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് May 14th ആണ്, 14/5/2021. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15/4/2021. അപ്പോൾ ഇന്ന് അല്ലേ 15/4-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. May 14th വരെ അപ്ലൈ ചെയ്യാം. Then here you can see women candidates are encouraged to apply. Okay, keep in mind. ഇനി നമുക്ക് പോസ്റ്റും ഡീറ്റെയിലും പോവാം. സോ ഇതൊക്കെയാണ് കാറ്റഗറീസ് വിളിച്ചിട്ടുള്ള കാറ്റഗറീസ്. സയൻറ്റിഫിക് ഓഫീസേഴ്സ്, ടെക്നിക്കൽ ഓഫീസേഴ്സ്, പിന്നെ വരുന്നത് സ്റ്റെനോഗ്രാഫർ, UD ക്ലർക്ക്, ഡ്രൈവർ, സെക്യൂരിറ്റി ഗാർഡ്, വർക്ക് അസിസ്റ്റൻറ്റ്, ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ടോട്ടൽ 98 വേക്കൻസീസ് ഉണ്ട്. ആൻഡ് സെക്കൻഡായിട്ട് സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ദെയർ ടോട്ടൽ 239 വേക്കൻസീസ്. അപ്പം ടോട്ടലി ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് സയൻറ്റിഫിക് ഓഫീസർ ഗ്രൂപ്പ് A പോസ്റ്റ്. അവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് കാര്യമായിട്ട് നോക്കാം. സോ ദാറ്റ് ഇസ് PhD in മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് വിത്ത് BTech ഓർ MSc ഫിസിക്സ് കെമിസ്ട്രി മെറ്റീരിയൽ സയൻസ് വിത്ത് 60% മിനിമം മാർക്സ്. പിന്നെ വരുന്നത് ഇനി അവിടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് എക്സ്പീരിയൻസ് ഓഫ് മിനിമം 4 years ഇൻ ദ ഫീൽഡ് ഓഫ് സോ ആൻഡ് സോ, അതായത് STEM, EELS, ദെൻ TEM, അങ്ങനെയുള്ള അനാലിസിസുകൾ, അതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസ് ആയിരിക്കും. ദെൻ പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് യു ഹാവ് സെലക്ഷൻ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും യു ക്യാൻ ജസ്റ്റ് റീഡ് ത്രൂ. ഏജ് വരുന്നത് 18 to 40 years ആണ്. ദെൻ യുവർ പേ സ്കെയിൽ 78,800 rupees. ദെൻ മെത്തേഡ് ഓഫ് സെലക്ഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ബേസിക്കലി. ബാക്കി കാര്യങ്ങൾ ഇഫ് ദർ ആർ മോർ കാൻഡിഡേറ്റ്സ് ദെൻ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോവും. ദെൻ സെക്കൻഡ് യു ഹാവ് ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റ്. അതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ BE BTech വിത്ത് 60%. ദെൻ 9 year എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയാൽ മതി, ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ തേർഡ് പോസ്റ്റ് സയൻറ്റിഫിക് ഓഫീസർ D. അവിടെ വരുന്നത് PhD in Physics Electronics with Bachelor of Science in Physics or Master of Science in Physics or Bachelor of Engineering, Master of Engineering. So basically PhD Physics, MSc Physics or BTech. Okay. Then 3 years experience in device fabrication ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് പോസ്റ്റിന് ക്വാളിഫിക്കേഷൻ വരുന്നത് അഗെയിൻ PhD in Physics or Material Science with BSc in Physics and MSc in Physics or Material Science. പിന്നെ അടുത്ത പോസ്റ്റ് അഗെയിൻ PhD in the area of ionizing, non-ionizing based, NDE for material evaluation. ദെൻ ഡീറ്റെയിൽസ് BE or MSc Physics, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യു ക്യാൻ ഗോ ത്രൂ ദിസ്
4th you have technical officer. Technical officer in atmospheric science ആണ് പഠിച്ചിട്ടുണ്ടാവുക. അതായത് MSc MTech in atmospheric science or meteorology. Then any different engineering പോസ്റ്റുകൾ വരുന്നുണ്ട്. കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, മെക്കാനിക്കൽ, മെക്കാട്രോണിക്സ്, മെറ്റലർജി. ഓക്കെ, ഇതിനൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്നത് BTech ആണ്. അടുത്തത് കെമിസ്ട്രി, BSc കെമിസ്ട്രി വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് സബ്സിഡറി ആയിട്ട് വരുന്നത്, ആൻഡ് MSc കെമിസ്ട്രി. ഓക്കെ, ആ പോസ്റ്റിന് വരുന്നത്. നെക്സ്റ്റ് ഫിസിക്സ് വരുന്നുണ്ട്. BSc MSc ഫിസിക്സ് ഓർ അപ്ലൈഡ് കണ്ടൻസ് മാറ്റർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, തിയറിറ്റിക്കൽ ഫിസിക്സ് എക്സെട്ര. ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ബേസിക്കലി. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇവിടെ വരുന്നത്. ഇനി ടെക്നീഷ്യൻ പോസ്റ്റിന് വരുന്നത് 60% ഇൻ യുവർ SSC ഓർ HSC. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഗ്രൂപ്പ് C. അവിടെ ക്വാളിഫിക്കേഷൻ SSC അഗെയിൻ. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് വരുന്നുണ്ട് UDC. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്. ആൻഡ് ഡ്രൈവർ പോസ്റ്റ് വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ 10th പാസ്. പിന്നെ ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇസ് മാൻഡേറ്ററി. സെക്യൂരിറ്റി ഗാർഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഈസ് SSC. ആൻഡ് വാട്ട് എൽസ്? ദെൻ വി ഹാവ് വർക്ക് അസിസ്റ്റൻറ്റ്. വർക്ക് അസിസ്റ്റൻറ്റിന് 10th പാസ്സാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇസ് മെട്രിക്കുലേഷൻ. ഓക്കെ, ഇനി സ്റ്റൈപ്പൻഡറി ട്രെയിനീസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിപ്ലോമയാണ് വരുന്നത്. ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എക്സെട്ര ഫോർ ഡിഫറെൻറ്റ് ഫീൽഡ്. ദെൻ BSc കെമിസ്ട്രിയിൽ വരുന്നുണ്ട് ഒരു പോസ്റ്റ്, ആൻഡ് BSc ഫിസിക്സിൽ വരുന്നുണ്ട് ഒരു പോസ്റ്റ്. സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് സെക്കൻഡിൽ വരുന്നത് ITI, SSC, HSC, ITI എക്സെട്ര ക്വാളിഫിക്കേഷൻ വരുന്നതാണ്. ഇതൊരു ലെങ്തി ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണല്ലേ. നൗ അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഓരോ പോസ്റ്റിനും ഡിഫറെൻ്റ് ആണ്, അത് ചെക്ക് ചെയ്യുക. സോ ബേസിക്കലി 300 rupees സയൻറ്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ ഓഫീസർ എന്നീ പോസ്റ്റുകൾക്ക്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും 100 ആണ്, എക്സെപ്റ്റ് സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 1. ഓക്കെ, ഇനി SC, ST, PWD, ex-servicemen and women candidates are exempted from paying the fee. അപ്പോൾ എല്ലാവരും വേഗം അപ്ലൈ ചെയ്തോളൂ. സോ അപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നൗ ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല തോന്നുന്നു. ഹൗ ടു അപ്ലൈ, ബേസിക്കലി നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 165/125 പിക്സൽ, അതുപോലെ 80/125 പിക്സലാണ് വരുന്നത്. ഫോട്ടോ 50 KB ആൻഡ് സൈൻ ഷുഡ് ബി 20 KB വിത്തിൻ ദാറ്റ് ലിമിറ്റ്. ഓക്കെ, so these are the basic details for IG car application. Scientific assistant, technical assistant, സയൻറ്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്കും പിന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്കും ആണ് ഇപ്പോൾ അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. സോ അധികം ടൈം കളയാതെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. May 14th ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.